നയന ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മത്തങ്ങ കൊണ്ട് ഒരു തോരനാണ് ഉണ്ടാക്കാൻ പോണത്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ തോരൻ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു ചീഞ്ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ചേർക്കാം. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി കഴിയുമ്പോൾ വറ്റൽമുളക് 2 എണ്ണം കഷ്ണങ്ങളാക്കിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഉഴുന്ന് 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് മൂപ്പിച്ചെടുക്കാം. കടുകും മുളകും ഉഴുന്നൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പകുതി സവാള അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും കൂടെ ചേർത്തിട്ട് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ സവാള വഴന്ന് വന്നിട്ടുണ്ട്. ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വഴറ്റണത്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണിൻ്റെ പകുതി മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. മത്തങ്ങയ്ക്ക് മധുരമുള്ള കാരണം മുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചേർക്കാം. ഇനി ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. മഞ്ഞളിൻ്റെ മുളകിൻ്റെയൊക്കെ പച്ചക്കുത്ത് പോണ വരെ വഴറ്റി കൊടുക്കാം. ഇപ്പോൾ മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ മൂത്ത മണം വരുന്നുണ്ട്. ഈ സമയത്ത് മത്തങ്ങ ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒട്ടും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. മത്തങ്ങയിൽ വെള്ളത്തിൻ്റെ അംശം ഉള്ളതുകൊണ്ട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് അധികം വെന്ത് പോവും. ഇത് അധികം വേവാൻ പാടില്ല. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇതൊരു 150 ഗ്രാം മത്തങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഈ മത്തങ്ങ തോരൻ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിക്കോളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ. ഈ മത്തങ്ങ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് ഉള്ളി മൂപ്പിച്ച് മുളക് പൊടിയൊക്കെ ഇട്ട് മൂപ്പിച്ചിട്ട് ഇത് ഒന്നിട്ട് കുറച്ച് സമയം അടച്ചു വെച്ചാൽ മതി. മെഴുക്ക് വരട്ടി റെഡിയാവും. ഇപ്പം മത്തങ്ങ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ നാളികേരം ചിരകിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഈ നാളികേരം ഒന്ന് ചൂടായി വരുന്ന വരെ വെച്ചാൽ മതി. ഇനി അധികം സമയമൊന്നും വേവിക്കേണ്ട ആവശ്യമില്ല. ഇതൊന്ന് ഇതേപോലെ ഒന്ന് നടുവിലേക്ക് ആക്കിയിട്ട് ഒരു മിനിറ്റ് നേരം മൂടി വയ്ക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. മൂടി തുറന്ന് നോക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നാളികേരവും മത്തങ്ങയും എല്ലാം കൂടിയിട്ട് നന്നായിട്ട് യോജിച്ചിട്ടുണ്ട്. ഇപ്പോൾ അടിപൊളി മത്തങ്ങ തോരൻ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോളൂ. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. മറക്കാണ്ട് ബെല്ലൈക്കണും ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. എൻ്റെ ഈ ചാനൽ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.